ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരിയൂരപ്പ ശരണം. സദ്ഗുരുനാഥ് ഭഗവാൻ കി ജയ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, അതിൽ പ്രഥമ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് ഭഗവത്പാദത്തെങ്കിൽ സമർപ്പിക്കാനുള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു, കുന്തിദേവി ഭഗവാനെ അതുവരെ തൻ്റെ ബന്ധുവിൻ്റെ മകൻ, സഹോദരൻ്റെ മകൻ എന്ന രീതിയിൽ കണ്ടിട്ട് ഭഗവാനെ ഈ സർവ ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനായി കണ്ടുകൊണ്ട് കുന്തിദേവി നമസ്കരിക്കുന്നതും സ്തുതിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ് ദുര്യോധനന് യുധിഷ്ഠിര മഹാരാജാവിനുണ്ടായ ബുദ്ധിമുട്ട്, വിഷമം, മനപ്രയാസം തീർക്കാൻ പലരും ഉപദേശിച്ചിട്ടും ഭഗവാനും കുന്തിദേവിയും ഒക്കെ പറഞ്ഞിട്ടും മതിയാവാൻ്റെ വന്നപ്പോൾ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് സരസജയിൽ കിടക്കുന്ന ഉത്തരായനം കാത്ത് അദ്ദേഹത്തിന് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അച്ഛൻ വരം കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഉത്തരായനം കാത്തു കിടക്കുക, അല്ലെങ്കിൽ ഭഗവാനെ കാത്തു കിടക്കുകയാണ് അവിടെ സരസയ്യയിൽ. അവിടെ ചെന്ന് ധർമ്മോപദേശം കേൾക്കാൻ വേണ്ടിയിട്ട് ഈ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ ഇവർ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അനവധി മഹർഷിമാരും കൂടി, കാരണം ഭഗവാനാണുള്ളതേ, ഭഗവാനും ഭീഷ്മപിതാമഹനുള്ളോടത്ത് സത്സംഗമല്ലേ ഉണ്ടാവുള്ളൂ, യാതൊരു സംശയമില്ല. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സത്സംഗം, നല്ല സജ്ജനങ്ങൾ വരുന്ന സ്ഥലത്ത് നമ്മളൊക്കെ ഒത്തുചെല്ലുക, അവരൊക്കെ പറയണത് കേൾക്കുക, അത് വലിയൊരു സാഫല്യമാണല്ലോ. എല്ലാവരും അവിടെ ഒത്തുചേർന്നു. അവിടെ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് എത്തി. സരസയിൽ അദ്ദേഹം കിടക്കുക. കാണുന്നവർക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ തോന്നും അദ്ദേഹത്തിന് ഭയങ്കര വേദനയാണെന്ന്. അദ്ദേഹത്തിനൊരു വേദനയില്ല. ഈ ശരീരം താനല്ല, അല്ലെങ്കിൽ താനാണെന്നുള്ള ബോധ്യം വരുമ്പോഴല്ലേ ഈ വേദനയൊക്കെ ഉണ്ടാവുള്ളൂ. ഭീഷ്മപിതാമഹർക്ക് അത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാവരും അവിടെ എത്തി. അങ്ങനെ ഈ ഭഗവാനെ സ്തുതിക്കുകയാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം. മാത്രമല്ല, ധർമ്മപുത്രക്ക് സഹസ്രനാമം പോലുള്ള അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ അത് മുഴുവൻ ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹം ഭഗവാനെ അകത്തും പുറത്തും കണ്ടുകൊണ്ട് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന രംഗങ്ങളാണ് ഇതിലുള്ളത്. ഈ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. ഹരിയുടെ ഈ പുസ്തകം മാത്രം വായിച്ചാൽ മതി. ആ ശ്ലോകങ്ങളിൽ അതിൻ്റെ ശ്ലോകാർത്ഥം മുഴുവനുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ഒരു കൂടുതൽ പറയുന്നത് ആവശ്യമില്ല എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഭീഷ്മപിതാമഹൻ യുദ്ധക്കളത്തിൽ വെച്ചുണ്ടായ കുറേ രംഗങ്ങൾ, ഭഗവാന്റെ മറ്റു കുറേ ലീലകൾ, അതൊക്കെ സ്മരിച്ചുകൊണ്ട് ഗോപികമാർക്ക് അനുഗ്രഹം കൊടുത്തത് മുതൽ എല്ലാ ലീലകളും അനുസ്മരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ലീലകൾ കാണിച്ച അല്ലേ ഗുരുവായൂരപ്പ, ഞാനിതാ അങ്ങേ നമസ്കരിക്കുന്നു. അവിടെ പോയി കൃഷ്ണ ഭഗവാൻ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വയ്യല്ലോ. അദ്ദേഹം മനസ്സുകൊണ്ടുള്ള പൂജ ചെയ്തു എന്നാണ്. അത് നമുക്കുള്ളൊരു സൂചനയാണ് കേട്ടോ. കാരണം നമുക്കൊക്കെ ഒരു കാലത്ത് വയ്യാതെ വരുമ്പോൾ, വയ്ക്കുന്ന കാലത്തായാലും മാനസപൂജ ചെയ്യുക. അതിനവിടെ ചിലവൊന്നുമില്ലല്ലോ. നിർലോഭം ഈ ലോകത്തിലുള്ള സമസ്ത സൗഭാഗ്യങ്ങളും ഭഗവത് പാദത്തിൽ സമർപ്പിക്കാനുള്ള ആ മനസ്സുണ്ടാവണം എന്നുള്ളൊരു തത്വം കൂടി അത് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. മനസ്സുകൊണ്ട് പൂജിക്കുക. ഭഗവാനെ നല്ല സ്വർണത്തിൻ്റെ പീഠത്തിലിരുത്തുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ എല്ലാ അലങ്കാരങ്ങളും നമ്മൾ ചെയ്യുന്നു. വിഭവസമൃദ്ധമായ നിവേദ്യം സമർപ്പിക്കുന്നു. ഭഗവാനെ ഞങ്ങൾക്കൊന്നും അറിയില്ലേ, അങ്ങനെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ആ മാനസപൂജ ചെയ്യാൻ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഉത്ബോധനം കൂടിയാണ്. ഈ ഭീഷ്മപിതാമഹൻ അപ്പോൾ മനസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ലീലകളൊക്കെ അനുസ്മരിച്ചു. അതിന് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് കൗരവപ്പടയും പാണ്ഡവപ്പടയും മധ്യത്തിൽ വെച്ചിട്ട് തൻ്റെ ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോൾ തളർന്നു പോയ, ഗാണ്ഡീവം എടുക്കാൻ പോലും പറ്റാതെ വന്ന അർജുനന് ജ്ഞാനോപദേശം ചെയ്തു. അതാണ് ഭഗവത്ഗീത. അത് അദ്ദേഹം വളരെ വിസ്തരിച്ച് സ്മരിച്ചു. അതല്ലാതെ തന്നെ ഭീഷ്മപിതാമഹൻ ആലോചിക്കുകയാണ്, എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് പടച്ചട്ട കീറി തൻ്റെ ഭൂമേനിയിൽ നിന്ന് ചോര പൊടിഞ്ഞ സമയത്ത്
ആ ചോര പൊടിഞ്ഞ സമയത്ത് തൻ്റെ ഉത്തരീയം പോലും വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ചക്രായുധം കൊണ്ടുവന്ന് എൻ്റെ നേർക്ക് വന്നിരുന്നു. വരവില്ലേ ഭഗവാനെ, ആ ലീല ഞാനിങ്ങനെ സ്മരിക്കുന്നു. അങ്ങനെയുള്ള പാർത്ഥസാരഥിയായ ഭഗവാനെ ഞാൻ അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും പറഞ്ഞ് സാക്ഷാൽ ഭഗവാനെ നമസ്കരിച്ച് ഭീഷ്മൻ പിതാമഹൻ എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങൾ നൽകി. ആ ഭഗവാനെ കണ്ടുകൊണ്ട് മനസ്സിൽ അത് മുഴുവൻ നിറച്ചുകൊണ്ട് എന്താണ് അത് അദ്ദേഹത്തിൻ്റെ കാരണം എന്താ, ആയുധെടുത്തു എന്ന് പറഞ്ഞാൽ ആയുധെടുത്തത് ഭഗവാന്റെ ഒരു ലീലയാണ്. എൻ്റെ ഭക്തനാണ് പ്രാധാന്യം, എൻ്റെ ഭക്തൻ്റെ വാക്ക് ഞാൻ പാലിക്കും. നമുക്ക് പ്രഹ്ലാദൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോൾ കാണാം, പ്രഹ്ലാദൻ്റെ ഒരു വാക്ക്, ഈ തൂണിലും തുരുമ്പിലുമുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ അതിനെ സത്യമാക്കാൻ വേണ്ടി സത്യം വിധാതും കേട്ടിട്ടുണ്ടോ? അങ്ങനെ അദ്ദേഹം എല്ലാ ഭക്തന്മാരുടെയും. അതുകൊണ്ട് നമ്മൾ ഒന്നേ വേണ്ടൂ, സർവവും ആ പാദത്തെങ്കിൽ സമർപ്പിച്ച് ആ ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം. ആ ഭഗവാൻ മാത്രമേ നമ്മളെ രക്ഷിക്കാനുണ്ടാവുള്ളൂ. മറ്റതൊക്കെ മിഥ്യയായിട്ടുള്ള ധാരണയാണ്. ഇതൊക്കെ നമ്മൾ ഈ തരം കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭാഗവത് എന്താണ്, ഭഗവാൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ആ ഭീഷ്മപിതാമഹൻ നമസ്കരിച്ച മാതിരി നമുക്കൊക്കെ ആ ഭഗവാന്റെ പാദത്തെങ്കിൽ നമസ്കരിക്കാം. അത് കഴിഞ്ഞ് ഇവർക്ക് ആ ഭഗവാൻ ലയിച്ചതിന് ശേഷം അവർ തിരിച്ചു പോന്നു എന്നും യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിച്ച കഥകളൊക്കെ പിന്നീട് വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ അത്ര ആ ഒരു നല്ല സന്ദർഭത്തിന് നമ്മൾ ഓർത്തുകൊണ്ട് ഭീഷ്മപിതാമഹൻ നമസ്കരിച്ച ആ പാർത്ഥസാരഥിയുടെ കാൽക്കൽ നമുക്കും നമസ്കരിക്കാം. നമസ്കരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഭീഷ്മമുക്തിപ്രദായകൻ എന്ന പേരിലും കൂടി കൃഷ്ണൻ അറിയാൻ തുടങ്ങി. കാരണം മുക്തി കൊടുത്തതാണല്ലോ. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പാദത്തെങ്കിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ 9ാമത്തെ അധ്യായം വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം അതിലാദ്യത്തെ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം നമുക്കിന്നൊന്ന് വായിച്ച് സമർപ്പിക്കാം. ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മസ്വരൂപമറിയാൻ യുധിഷ്ഠിരൻ സോദരരൊത്തു കുരുക്ഷേത്രം തന്നിലായി കണ്ടു ശരശയ്യയിൽ വാഴും ഭീഷ്മരെ പാദത്തിൽ വീണു സകലരും വിപ്രരും. കൃഷ്ണൻ വരുന്നതറിഞ്ഞു സുരർ ഋഷി വിപ്രരും പൗരരുമൊക്കെ എത്തിത്തതാ ഭക്തവാത്സല്യത്തെ കാണാൻ കൊതിച്ചവൻ ഭക്തരായി കൃഷ്ണൻ്റെ ഭക്തൻ്റെ ദാസരായി. പർവ്വതൻ നാരദൻ വ്യാസനും ധൗമ്യനും ഗൗതമൻ അത്രി വസിഷ്ഠൻ ശുകൻ ത്രിതൻ എത്തി ഭരദ്വാജൻ തൊട്ടുള്ള ശ്രേഷ്ഠരും ഭീഷ്മമുക്തി നേരിൽ കാണുവാൻ ഉത്സുകൻ. ഭീഷ്മർ നമിച്ചു മനസാകൃതാർത്ഥനായി ശ്രീകൃഷ്ണ ബ്രഹ്മഭാവത്തെ അറിയുകയാൽ കൃഷ്ണനെ ഹൃത്തിലിരുത്തി പൂജിച്ചുടൻ മാനസ പൂജയെ ഏറ്റു ഹരിമുദ. പാണ്ഡുസുതരെ അനുഗ്രഹിച്ചു ഭീഷ്മർ ധർമ്മിഷ്ഠരോടോതി കൃഷ്ണ മഹിമയെ. കൃഷ്ണനും ധർമ്മവും കൂടെയുണ്ടെങ്കിലും ആപത്തധികം ഭുജിക്കുന്നു നിങ്ങളാൽ. നിങ്ങളെ പോറ്റാനീ കുന്തി സഹിച്ചത് ദുഃഖങ്ങൾ കാലത്താൽ വന്നു ഭവിച്ചവ. ഈ 7 ലോകം ഭരിക്കുന്ന കൃഷ്ണന്റെ ലീലാവിലാസമീ കഷ്ടവും ദുഃഖവും. ലോകപാലർ സ്വന്തം ജോലി ചെയ്യുന്നത് കൃഷ്ണനെ പേടിച്ചിട്ടാണല്ലോ കേവലം.
ദേവാംശജർ നിങ്ങൾ പാണ്ഡവർ കൃഷ്ണന്റെ ഇഷ്ടരാണെങ്കിലും തിന്നുന്നു ദുഃഖവും. ദുഃഖത്താൽ മാത്രം മതം നശിക്കും ഭുവി. ഭക്തനായി തീരുന്നു ദുഃഖിതൻ സർവഥാ. ദുഃഖം ഭഗവത് പ്രസാദമായി തിന്നണം. പ്രാരബ്ധം തീരുവാൻ സംസാരം താണ്ടുവാൻ. പാവകളാണു നാം കർമ്മം നിമിത്തവും നാഥനാകേണം പ്രജകൾക്കു ധാർമ്മികം. ക്ഷാത്രധർമ്മം ചെയ്യൂ നിസ്വാർത്ഥമായി സ്ഥിരം. ശ്രീകൃഷ്ണ സേവയ്ക്കായി ചെയ്യാം സ്വധർമ്മമായി. ബ്രഹ്മാദികൾക്കുമറിയാത്ത പുരുഷൻ യാദവനായി ഭൂമിഭാരത്തെ തീർത്തതും. നിങ്ങൾക്കു ബന്ധുവായി ലോകഹിതം കരൻ. മിത്രം സുഹൃത് മന്ത്രിദൂതനായി സൂതനായി. നാരദൻ ശംഭു അറിയും കപിലനും. നാരായണ ലീല കൃഷ്ണ രഹസ്യവും. സർവാത്മാ സ്വീകരിച്ചഗ്രാസന പൂജ. രാജസൂയം തന്നിൽ ദ്വന്ദ്വമില്ലാതെയും. ഭക്തർക്കു മുന്നിൽ സമനില തെറ്റിടും. ഇഷ്ടൻ അനിഷ്ടൻ സമാതൃക്കിനില്ലിത്. പ്രാപഞ്ചികങ്ങളെ വേണ്ടാത്ത ഭക്തനിൽ കാരുണ്യവാത്സല്യം കാട്ടും മഹാമതി. അല്ലെങ്കിൽ എന്നുടെ ചാരെ വന്നെത്തുമോ മൃത്യുവെ കാത്തു കിടക്കുമ്പോൾ ശ്രീഹരി. നാമം ജപിച്ച് ശരീരം ത്യജിക്കുന്ന ഉത്തമന്റെ കർമ്മവാസന തീർത്തിടും. ഞാൻ എന്നെ ഇപ്പോൾ ലയിപ്പിക്കും കൃഷ്ണനിൽ. സ്വച്ഛന്ത മൃത്യുവരം അച്ഛൻ നൽകയാൽ വീണ്ടും ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ ആകുവാൻ കൃഷ്ണനൊത്തെല്ലാരും നിൽക്കണം. ഇങ്ങനെ കേട്ടപ്പോൾ ചൊല്ലി യുധിഷ്ഠിരൻ ധർമ്മസ്വരൂപം പറയൂ പിതാമഹ. ധന്യനായി ഭീഷ്മർ പറഞ്ഞു സനാതനം. മാനുഷധർമ്മം അനുഷ്ഠാനം കർമ്മവും. വർണ്ണാശ്രമധർമ്മം സ്ത്രീധർമ്മം മോക്ഷവും. ധർമാർത്ഥകാമവും ചൊല്ലി പിതാമഹൻ. ഏറ്റവും ഉത്കൃഷ്ടം ഭാഗവതമതം. വിഷ്ണുവിൻ നാമങ്ങൾ ചൊല്ലി സഹസ്രവും. മാനസപുഷ്പങ്ങളർപ്പിച്ചു കൃഷ്ണന്. നാമത്തിൽ നാമിയെ കണ്ടു മഹാരഥൻ. മാലയാക്കി മന്ത്രം ആദ്യമായി ശ്രേഷ്ഠമായി അർപ്പിച്ചു തന്നെയും മൂവിധ കർമ്മവും. അന്ത്യകാലത്തിത് ഭീഷ്മരെ പോലാരും തന്നെ സമർപ്പിച്ച് ചൊല്ലിയില്ല ഋഷേ. ചൊല്ലിയാൽ മുക്തി ഉറപ്പായും നൽകിടും. കേട്ടാലുമെത്തിടും വൈകുണ്ഠം തന്നിലായി. ദേവപകലുത്തരായണമെത്തവേ സ്വച്ഛന്ത മൃത്യുവായി താതന്റെ അനുഗ്രഹം. സാധിച്ചു ശുക്ലാഷ്ടമീ ദിനം കൃഷ്ണനെ പൂർണ്ണനായി കണ്ടു ഹൃദി മുന്നിൽ ഭാഗ്യവൻ. ഭീഷ്മസ്തുതി. ലോകത്തെ വിട്ടു മനം ശുദ്ധമാക്കിയും കാരുണ്യനേത്രനെ കണ്ടു പുലകിതൻ. ഇന്ദ്രിയങ്ങൾ കൂമ്പികാമങ്ങൾ വിട്ടുപോയി ആത്മസുഖിയായിട്ട് ആനന്ദമഗ്നനായി. സൃഷ്ടിസ്ഥിതിലയം ചെയ്യും വിനോദമായി വിഷ്ണു അവതാരം ഇപ്പോൾ ശ്രീകൃഷ്ണനായി. യാദവൻ പാർത്ഥന്റെ സാരഥി കൃഷ്ണനിൽ ശ്യാമളനിൽ എൻ്റെ ചിത്തമുറയ്ക്കണേ. മൂലോകസുന്ദരൻ മഞ്ഞ വസനനായി
നെറ്റിയിൽ പാറും ചുരുൾമുടി ശോഭയും പത്മമുഖൻ പത്മനേത്രൻ കിരീടിതൻ സൂതനിലെൻ്റെ മനമുറക്കേണമേ. യുദ്ധനേരം തനു മുങ്ങി വിയർപ്പിനാൽ അശ്വകുളമ്പു പറത്തിയ മൺപൊടി മേലും മുടിയിലും പറ്റിച്ചുകന്നുപോയി ശോഭിത പൂങ്കവിൽ ശ്വേതകണികയാൽ. അങ്ങോട്ടു നോക്കുമ്പോൾ എന്നെ നോക്കാതുള്ള തേത്തലി കണ്ടു കുപിതനായി ഞാനെയ്ത അസ്ത്രപുഷ്പാഞ്ജലിയേറ്റു കവചവും പൊട്ടിച്ചുടു ചോര വന്നുപോയി മേനിയിൽ. അർജുന രക്ഷയെ ചെയ്യുന്ന കൃഷ്ണൻ തൻ ശ്രദ്ധ തിരിക്കുവാൻ ചെയ്തു വികൃതികൾ. ഭക്തനാമെന്നെ അനുഗ്രഹിക്കാൻ ഹരി നോക്കിയ കണ്ണിലൻ ചിത്തമുറയ്ക്കണേ. അർജുന സംശയം തീർക്കുവാൻ ശ്രീഹരി രണ്ടു സൈന്യത്തിൻ നടുവിൽ വെച്ചോദിയ ഗീതയെ കേട്ടപ്പോൾ കർമ്മനിരതനായി പാർത്ഥനെ മാറ്റിയ കൃഷ്ണ നമോസ്തുതേ. ആയുധമെന്തില്ല യുദ്ധത്തിലെന്നുള്ള കൃഷ്ണപ്രതിജ്ഞയെ കേൾക്കവേ ഞാനുടൻ ആയുധമേന്തിക്കും എന്ന എൻ വാക്കിനെ സത്യമാക്കി ചക്രമേറ്റി പരമ്പുമാൻ. ഘോരയുദ്ധം ചെയ്യും അർജുന രക്ഷയിൽ ശ്രദ്ധിക്കും കൃഷ്ണന്റെ ശ്രദ്ധ മുറിച്ചു ഞാൻ. അർജുനൻ ക്ഷീണിച്ചു വന്നതു കാൺകവേ ചമ്മട്ടി വിട്ടു കടിഞ്ഞാണും വിട്ടുടൻ. കൃഷ്ണൻ സുദർശനമെന്തിയൻ മുന്നിലായി ഭൂമി കുലുക്കി അടുത്തെത്തി ക്രുദ്ധനായി. സ്വന്ത ശബദം ഉപേക്ഷിച്ചു ഭക്തന്റെ വാക്കു ഫലിപ്പിച്ച കൃഷ്ണ നമോസ്തുതേ. ദേഹകവചം തുളഞ്ഞു രക്തകണം ഒപ്പം വിയർപ്പും ചളിയും പുരണ്ടൊര ശുദ്ധസത്വൻ പരാധ സാരഥി കൃഷ്ണന്റെ രൂപമെൻ ചിത്തത്തിൽ ചിത്തിയിലുറക്കണേ ശ്രീഹരേ. കോപത്തെ കാട്ടുന്ന ദേഹചലനവും നോട്ടത്താൽ കാരുണ്യവർഷം പൊഴിക്കലും നാട്യകലയും മറന്ന് കരുണയാലെത്തിയ സൂതനിൽ ചിത്തമുറയ്ക്കണേ. അർജുന സൂതന്റെ സൗന്ദര്യം കാണവേ യുദ്ധത്തിൻ മുമ്പായി സൈന്യത്തിൻ ആയുവേ നോട്ടത്താൽ കട്ടേകി സാരൂപ്യമുക്തിയും കാരുണ്യമല്ലേ ഹരേ ഭക്തിയേകണേ. ഗോപികൾക്കായി ഹരി പൗർണമി രാത്രിയിൽ രാസനടനത്തെ ചെയ്തു പരമ്പുമാൻ. വാക്ക് നടത്തം ചിരി നോട്ടം നൃത്തവും സാക്ഷിയായി ചെയ്ത ഹരേ കൃഷ്ണ പാഹിമാം. പൂതനാമോക്ഷം തൊട്ടാസുര നിഗ്രഹം ഗോകുലരക്ഷയ്ക്കായി ചെയ്തതും കൃഷ്ണൻ തൻ ലീലയല്ലേ. ഗിരിപൊക്കലും കക്കലും വെണ്ണയും പാലും മനസ്സും കവരലും രാജസൂയത്തിൽ നിറന്ന മുനികൾ തൻ ആശിസ്സു വാങ്ങി യുധിഷ്ഠിരന്നേകിയും ലോകരെ കൊണ്ടു മുഴുവൻ നമിപ്പിച്ചു അന്ത്യത്തിൽ മുക്തി അനുഗ്രഹിച്ചേകിയും. ജന്മമില്ലെങ്കിലും ദേഹം പൂണ്ടെത്തിയ ഏകനാമർക്കനെ വേറെയായി കണ്ടപ്പോൾ ഓരോരോ ജീവനും കണ്ടു ശ്രീകൃഷ്ണനെ പുത്രനായി അച്ഛൻ പതി മിത്രം രക്ഷകൻ. ഇങ്ങനെയൽ എല്ലാ ഹൃദയത്തിലും വാണു
കർമാനുസാരം ലയിപ്പിച്ചു തന്നിലായി ഞാനുമർപ്പിക്കുന്നു എന്നെ ഹരേഹ സ്വീകരിക്കേണമേ. സത്വം ലയിക്കണേ സ്വത്വം ലയിക്കണേ. ഇങ്ങനെ കൃഷ്ണനെ ഉള്ളിലും മുന്നിലും കണ്ടു വസുക്കളിൽ മുഖ്യനാം ഭീഷ്മരും 1000 നാമം ജപിച്ചേകി തന്നെയും ലീലകളോർത്തു സമർപ്പിച്ചു ഭാഗ്യവാൻ. തത്വം 24 ലയിപ്പിച്ചു ഭീഷ്മർ അതാതിൻ്റെ മൂലത്തിൽ വേണ്ടപ്പോൾ സർവരും കണ്ടു ശ്രീകൃഷ്ണനിൽ ഗാംഗേയ ജീവൻ ലയിച്ചത്. ഭക്തരായി വിസ്മിതർ പുഷ്പവൃഷ്ടി സുരർ വാദ്യഘോഷങ്ങളും അപ്സരസ് നൃത്തവും നാമജയാരവം വേദസ്തുതികൾ നമസ്കാരവും ചെയ്തു സർവരും കൃഷ്ണനെ ഹൃത്തിലേറ്റി സ്ഥിരം. പിന്നീട് ദേഹം ദഹിപ്പിച്ചു പണ്ഡവർ ചെന്നൂടൻ ഹസ്തിനാപുരം തന്നിലായി ആശ്വാസം പൂണ്ടു അനിവാര്യ മൃത്യുവിൽ ധർമ്മിഷ്ഠനായി ഭരിച്ചു യുധിഷ്ഠിരൻ. ഭീഷ്മമുക്തിപ്രദൻ എന്നു വാഴ്ത്തി ജനം ശ്രീകൃഷ്ണ ഭക്തരായി ധാർമ്മിക നിഷ്ഠരായി പാണ്ഡവകീർത്തിയും ഗാംഗേയ കീർത്തിയും ശ്രീകൃഷ്ണനൊപ്പം പരത്തി സദ്ഭക്തരാൽ. കൃഷ്ണ രാധേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീഹരേ നമഃ. ഭാഗവത സംജ്ഞാസംഗ്രഹം ഒന്നാമത്തെ സ്കന്ധത്തിൽ അധ്യായം 9 സമാപ്തം. സർവത്ര സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ശ്രീരാധേശ്യാം നിതായ ഗൗര ഹരിബോൽ. ഹരയേ നമ ഹരയേ നമ ഹരയേ നമ.